അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുമ്മ അല്ലാഹുവേ അൻതസ്സലാം. സുഹൃത്തുക്കൾ, ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ചിന്തിച്ചു പറയണം. അതിന് കുറച്ച് ടൈം എടുക്കും. അത്ര തന്നെ നമ്മൾ ശ്രദ്ധല്ലാതെ പറയുന്നതും ശ്രദ്ധയോടെ പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസം നമ്മുടെ ജീവിതത്തിലാണ് പ്രകടമാകാൻ തുടങ്ങും. അസ്തഗ്ഫിറുല്ലാഹ് നമ്മളിത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാണ് പറയുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. നിസ്കാരത്തിൽ എന്തൊക്കെ പോരായ്മ വന്ന് അല്ലാഹു അലം, ഞാൻ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത നിസ്കാരത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കും, അതിൻ്റെ അടുത്ത നിസ്കാരത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കും. ഇങ്ങനെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കും. ഇനി അല്ലാഹുമ്മ അൻതസ്സലാം എന്ന് പറഞ്ഞാൽ എന്താ? അസ്സലാമു എന്നുള്ളത് ഇസ്മും മിൻ അസ്മാഇല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിവിധ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അസ്സലാം. അള്ളാഹുവിന് ഒരു ഹദീസ് റിപ്പോർട്ട് അനുസരിച്ച് 99 നാമങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽപ്പെട്ട ഒരു നാമമാണ് അസ്സലാം. അല്ലാഹുമ്മ അല്ലാഹുവേ അൻതസ്സലാം, നീയാണ് രക്ഷ. അള്ളാഹിനോട് പറയാണ് നീയാണ് രക്ഷ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ രക്ഷയും പരിപൂർണമായി സുരക്ഷയും തികഞ്ഞിട്ടുള്ളത് അള്ളാഹു മാത്രമാണ്. അഥവാ എല്ലാ ന്യൂനതകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളും അവൻ്റെ എല്ലാ കാര്യങ്ങളും വാക്കുകളും എല്ലാം ഒഴിവാണ്. റബ്ബിൻ്റെ വാക്കുകളിലോ റബ്ബിൻ്റെ പ്രവൃത്തികളിലോ റബ്ബിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു അയ്ബോ ഒരു ന്യൂനതയോ ഇല്ലാത്ത വിധത്തിൽ സമ്പൂർണമായി രക്ഷപ്പെട്ടവനാണ് അല്ലാഹു. അതാണ് അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുമ്മ അൻതസ്സലാം. അതേപോലെ തന്നെ അവൻ്റെ അടിമകളെ ഏതെങ്കിലും നിലക്ക് ഒരു അക്രമമോ രക്ഷയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളോ അനീതിയോ റബ്ബിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയില്ല. അതൊക്കെ അല്ലാഹു സലാമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസമാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ അൻതസ്സലാം, നീയാണ് സലാം, നീയാണ് അസ്സലാം. എല്ലാ പോരായ്മകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും മുക്തമായ സമ്പൂർണമായി രക്ഷപ്പെട്ട എല്ലാം തികഞ്ഞവൻ നീയാണല്ലാഹ്. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് രക്ഷ. അഥവാ എൻ്റെ ജീവിതത്തിൽ ദുന്യാവിലാകട്ടെ ആഖിറത്തിലാവട്ടെ എനിക്ക് ആപത്തുകളൊന്നും വരാതെ എനിക്ക് രക്ഷ നൽകുവാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ദീനിലെ രക്ഷക്കും എൻ്റെ ദുന്യാവിൻ്റെ രക്ഷക്കും എൻ്റെ ആഖിറത്തിൻ്റെ രക്ഷക്കുമെല്ലാം ഞാൻ നിന്നോട് മാത്രമേ തേടുകയുള്ളൂ. കാരണം നിന്നിൽ നിന്ന് മാത്രമാണ് എനിക്ക് രക്ഷ ഞാൻ ആഗ്രഹിക്കുന്നത്. വേറെ ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയൂല. നിനക്ക് മാത്രമേ അല്ലാഹ് രക്ഷ നൽകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാവിധത്തിലുള്ള ഭയങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നും നിന്നോടാണ് ഞാൻ രക്ഷ തേടുന്നത്. കാരണം വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് രക്ഷ. മനസ്സിലായില്ലേ? അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം. എൻ്റെ ആ പ്രയോഗം നോക്കൂ നിങ്ങൾ. അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീയാണ് അസ്സലാം, നീയാണ് രക്ഷ. കാരണം എല്ലാ രക്ഷയും നിനക്കാണ്, എല്ലാം നിന്നിൽ നിന്നാണ്, എല്ലാം നിന്റേതാണ്, നീയാണ് എല്ലാ രക്ഷയുടെയും ഉടമ. അപ്പൊ അതുകൊണ്ട് വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് രക്ഷ, നിന്നിൽ നിന്ന് മാത്രമാണ് രക്ഷ. എന്നെ ഏത് കാര്യത്തിലും രക്ഷപ്പെടുത്താൻ നിനക്കേ കഴിയുള്ളൂ. വമിൻകസ്സലാം തബാറക്ത, നീ അനുഗ്രഹമുള്ളവനാണ്, നീയാണ് അനുഗ്രഹം ചെയ്യുന്നവൻ. അല്ലാഹു ധാരാളമായി അനുഗ്രഹം ചൊരിയുന്നവനാണ്. ഒരുപാട് ബറക്കത്തുകൾ നിറഞ്ഞവനാണ്. എല്ലാ ബറക്കത്തുകളും അവനിൽ നിന്നാണ്. കേട്ടോ, തബാറക്ത എന്നൊരു സൃഷ്ടിയോട് പറയാൻ പറ്റൂല. തബാറക്ത, നീ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നീ അനുഗ്രഹ സമ്പൂർണനാണ്, നീ എല്ലാ ബറക്കത്തുകളും പൂർണ്ണമായവനാണ് എന്ന് ഒരു സൃഷ്ടിയോടും പറയാൻ പറ്റൂല. അത് എല്ലാം തികഞ്ഞവൻ അല്ലാഹു മാത്രമാണ്. അതാണ് തബാറക്ത, നീ അനുഗ്രഹ പൂർണ്ണനാണ്, നിന്നിൽ നിന്ന് മാത്രമാണ് ബറക്കത്തുകളെല്ലാം ലഭ്യമാകുന്നത്. യാ ദൽ ജലാലി വൽ ഇക്റാം, എല്ലാ മഹത്വങ്ങളും ആദരവുകളും ഉള്ളവനേ, ജലാലും ഇക്റാമും ഒക്കെയുള്ള അല്ലാഹുവേ, നീയാണ് അനുഗ്രഹങ്ങൾ തികഞ്ഞവൻ. അപ്പൊ അനുഗ്രഹം തികഞ്ഞവനെ മറ്റുള്ളവർക്ക് ബറക്കത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ബറക്കത്തിന്റെ ഉടമക്കേ ബറക്കത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ.